ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഉച്ചയൂണിൻ്റെ വീഡിയോ ആട്ടോ. എൻ്റെ ചോറുണ്ട് ഗ്യാസിൽ. ഇന്ന് എനിക്ക് പൊട്ടി വീണ കപ്പളങ്ങയും അതുപോലെ വളപ്പിൽ ചേമ്പും തൊണ്ടും കൊണ്ട് നമുക്ക് തോരനും അതുപോലെ തന്നെ കറിയൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ കപ്പളങ്ങ എന്ന് വെച്ചാൽ അപ്പുറത്തെ വീട്ടിൽ നിന്ന് പൊട്ടി വീണിട്ട് കിട്ടിയതായിരുന്നു കേട്ടോ. ചെറിയതായിരുന്നു. അത് ചെറിയ പീസ് ഇതാ കട്ട് ചെയ്തിട്ട് തൊലിയെല്ലാം കളഞ്ഞിട്ട് കുക്കറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ നമുക്ക് ഇപ്പം കപ്പളങ്ങ എലിശ്ശേരി വെക്കാം കേട്ടോ. മോരുകറി എന്നല്ല വെക്കുന്നത്, എലിശ്ശേരിയാണ് വെക്കുന്നത്. അപ്പോൾ കപ്പളങ്ങ കുറച്ച് വലിയ പീസസ് ആയിട്ട് തന്നെ ഞാൻ കട്ട് ചെയ്തിടുന്നുണ്ട്. അപ്പോൾ 2-3 വട്ടം വേവിക്കുന്നില്ലേ, അതുകൊണ്ടാട്ടോ കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്തിടുന്നത്. അപ്പോൾ അതിട്ട് ഇനി ഇതിലേക്ക് ഞാൻ ഇടുന്നത് പരിപ്പാട്ടോ. പരിപ്പ് ഞാൻ ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കപ്പളങ്ങ കുറച്ച് അധികമുണ്ട്, ഇച്ചിരി പരിപ്പ് മതി, ഒരു പേരിന് പരിപ്പ് മതി കേട്ടോ. അപ്പോൾ പരിപ്പും കൂടി ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളക് കേട്ടോ മുറിച്ചിടേണ്ടത്. പച്ചമുളക് ഇട്ട് കൊടുക്കാം. നല്ല എരിവില്ല പച്ചമുളകായിട്ട് ഞാൻ 2 എണ്ണം മാത്രമേ ഇട്ട് കൊടുക്കുന്നില്ല, കൂടുതലൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇനി നമുക്ക് വേവിക്കാൻ വെക്കാം കേട്ടോ. ഇത് വേവിക്കാൻ വെക്കുന്ന സമയം കൊണ്ട് ഞാനില്ലേ പറമ്പിൽ പോയിട്ട്, പറമ്പിലുള്ള തൊട്ടപ്പുറത്തെ സ്ഥലത്ത് പോയിട്ട് താള് നല്ല കാട് പോലെ ചേമ്പ്, എപ്പോൾ താള് ചേമ്പ് മാറിപ്പോവും, അങ്ങനെ മാറിപ്പോകുന്നുണ്ടായിരുന്നു പറയണേ. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് പറിച്ചെടുക്കാമെന്ന് വെച്ചിട്ട് പോയി കേട്ടോ. ഇച്ചിരി കാടുണ്ടായിരുന്നു, പക്ഷെ അതിങ്ങനെ കല്ല് കൂട്ടിയ സ്ഥലമായിരുന്നു. നമ്മൾ പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പമായിരുന്നു. ഞാൻ 3 തണ്ടാട്ടോ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ എൻ്റെ വലിപ്പം കണ്ടി ഞാൻ നോക്കി നിന്ന് പോയി. കാരണം ഈ തെങ്ങിൻ്റെ ചുവടിലെല്ലാം വേസ്റ്റ്, നമ്മൾ ഫുഡ് വേസ്റ്റ് കൊണ്ടിടുന്നതുകൊണ്ടാണ് ഇതിന് ഇത്രയും ഇതായിട്ട് വന്നിട്ടുള്ളത്. നമ്മൾ ആദ്യം വന്ന ഇതിലൊന്നും ഇത്ര വലിപ്പമൊന്നും അതിനുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം അതെല്ലാം എടുത്ത് കഴുകി ഇതെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി പിന്നെ ഓരോ ചെറിയ പീസസ് ആക്കിയിട്ടും കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അവിടെ വേസ്റ്റോ എന്തെങ്കിലും ഉണ്ടാവണ്ടെന്ന് വെച്ചിട്ട്. പിന്നെ ഇതിൻ്റെ തൊലി കേട്ടോ ഇത് പറിച്ചെടുക്കുന്നത്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അതിൻ്റെ തൊലി പറിച്ചെടുക്കാൻ വേണ്ടി. ചെറിയ പീസസ് ആക്കിയിട്ട് തൊലി പറിച്ചെടുത്താൽ വേഗം തൊലി കിട്ടും കേട്ടോ. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു തൊലി പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഇങ്ങനെ തൊലി പറിച്ചെടുക്കുക, കാരണം പറിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നുണ്ടല്ലോ. അതുകൊണ്ടായി, ഇല്ലെങ്കിലും മനക്കേടൊന്നും എനിക്ക് ഇഷ്ടമൊന്നുമല്ല. അപ്പോൾ പറിക്കുന്ന കിട്ടുന്നതുകൊണ്ട് മാത്രമേ ഞാൻ ഇതാക്കിയിട്ടില്ലത്. ഇനിയിപ്പോൾ ഇതെല്ലാത്തിൻ്റെ തൊലി ഞാൻ ഇതുപോലെ കളഞ്ഞെടുത്തിട്ടേ ഇനി ഞാൻ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്യാന്ന് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് ചെറിയ ഇതായിട്ട് മുറിച്ചിട്ടിട്ട് വെക്കുന്നതായിരുന്നു ഏറ്റവും ടേസ്റ്റ്. ഞാൻ ഇപ്രാവശ്യം വെറുതെ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കിയതാണ് ചോപ്പറിൽ. പക്ഷെ എനിക്ക് അത്ര വലിയ ഇഷ്ടമായിട്ടൊന്നുമില്ല കേട്ടോ. ചോപ്പറിൽ സാധാരണ തണ്ട് പോലെ മുറിച്ചിട്ടിട്ട് പിന്നെ ചെറിയ ഇതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടിട്ട് തോരനാക്കുന്ന തന്നെയായിരുന്നു ടേസ്റ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ചോപ്പറിൽ ഞാൻ ഇതുപോലെ എല്ലാം കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് നല്ലോണം ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ചോപ്പ് ചെയ്തെടുത്തിട്ട് ഞാനിതൊന്ന് കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ചോപ്പ് ചെയ്യുന്നതുകൊണ്ട് പിന്നെ എന്താ അവസ്ഥ എന്നൊന്നും അറിയാത്തതുകൊണ്ട് ഞാൻ പിന്നെ കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു ഇതിലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണെന്ന് പറയില്ല, ഇച്ചിരി വെള്ളപ്പറ്റ് പോലെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ കഴുകിയ സമയത്ത് വെള്ളം പോവാത്തതുകൊണ്ടോ എന്തോന്നറിയില്ല. കാരണം ഓൾറെഡി ഇതിൽ വെള്ളം ഉണ്ടാവുമല്ലോ. അപ്പം കഴുകുമ്പോൾ അതിൽ വെള്ളം ഉണ്ടായതുകൊണ്ടോ എന്തോന്നറിയില്ല, അതെ ശരിയായിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാനിതൊന്ന് ചോപ്പ് ചെയ്ത് ഇനി കഴുകാട്ടോ ചെയ്യുന്നത്. അപ്പം അതുപോലെ ചേമ്പ് തണ്ടല്ലാണ്ട് താളം തണ്ടും കറി വെക്കോട്ടോ. ഇത് നല്ലൊരു കറി വെക്കോട്ടോ. തേങ്ങയിലരച്ച് ഇതിൻ്റെ ചേമ്പിൻ്റെ തണ്ടും ചേമ്പിൻ്റെ കായലരച്ച് തേങ്ങയിലരച്ച് നല്ലൊരു ടേസ്റ്റിലുള്ള കറി വെക്കോട്ടോ. ഞാൻ കൂട്ടിയിട്ടുണ്ട്, അമ്മമ്മയാക്കി തന്നിട്ടുണ്ട് ആ കറി പണ്ട് ചെറുപ്പത്തിൽ. അപ്പം അതൊന്ന് നല്ല ടേസ്റ്റുള്ള പുളിങ്കറി കേട്ടോ. അപ്പം പിന്നെ പുളിങ്കറി എന്നാണ് ഞങ്ങളങ്ങോട്ട് പറയുന്നത്. അത് വെക്കുന്നത് പുളി ഒഴിച്ചിട്ടല്ല, എന്നാൽ പോലും അതിന് പുളിങ്കറി എന്നാണ് പറയുന്നത്. കടുകെല്ലാം വറുത്തിട്ടിട്ട് തേങ്ങയെല്ലാം അരച്ചിട്ട്. അപ്പം ഞാൻ തോരനാക്കാൻ വേണ്ടിയിട്ട് പിന്നെ കടുകെല്ലാം പൊട്ടിച്ചു. ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിത് അടച്ച് വെക്കുന്നില്ല, കാരണം അടച്ച് വെച്ചപ്പോഴാണ് നല്ലോണം വെള്ളം ഇറങ്ങിയ പോലെ എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അടച്ച് വെക്കണ്ടെന്ന് ഞാൻ വിചാരിച്ചു. ആദ്യം ഇച്ചിരി നേരം അടച്ച് വെച്ചു, പിന്നെ അടച്ച് വെക്കണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ തുറന്നിട്ടാട്ടോ ഇത് മുഴുവനാക്കിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ കറിക്ക് വെച്ചത് അവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ ഉപ്പിലിട്ട് റെഡിയാക്കിയിട്ട് വേണം അത് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതൊന്ന് ഉടച്ചെടുക്കണം. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ ചേർക്കണം. അങ്ങനെ പരിപാടികളിലുണ്ട്. കറീൻ്റെ അവസ്ഥ ഇപ്പം ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉപ്പിടാണ്ടാണ് എപ്പോഴും വേവിക്കുന്നത്. കാരണം എന്താ പറയുക, പിന്നെ അധികം ആയിപ്പോകണ്ടെന്ന് വെച്ചിട്ട്. എനിക്ക് ഉപ്പ് ഭയങ്കര ടാസ്ക് കേട്ടോ. എത്ര കാലമായി പണിയെടുക്കുന്നവർ അടുക്കള പണിയെടുക്കുന്നു. എന്നാലും ഉപ്പിൻ്റെ കാര്യം ഭയങ്കര ടാസ്ക്. എനിക്ക് ചിലപ്പോൾ കൂടിപ്പോവും, ചിലപ്പം കുറഞ്ഞു പോകും, ചിലപ്പോൾ തീരെ ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു ടാസ്കിൻ്റെ വ്യക്തിയാണ്. അപ്പോൾ അത് ഉപ്പെല്ലാം ഇട്ട് കൊടുത്ത് ജസ്റ്റ് നല്ലോണം ഒന്ന് ഉടച്ചിട്ടുണ്ട്. എനിക്ക് പിന്നെ ഏത് എലിശ്ശേരിക്കറിയാലും ഉടച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. ഈ വലിയ കയ്യിൽ തന്നെ എനിക്ക് റെഡി ആവുള്ളൂ. കാരണം ഇതിട്ടിച്ച് വേണം എനിക്ക് നല്ലോണം കുത്തി ഉടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നല്ലോണം ഉടച്ച് അതിലേക്ക് തേങ്ങ
ജീരകവും ക്രഷ് ചെയ്തത് ഇട്ട് കൊടുത്തോട്ടോ. ഇനി ഞാൻ ടേസ്റ്റിന് നല്ല കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ഇട്ട് കൊടുക്കുന്നില്ല, കുരുമുളക് പൊടി ആട്ടോ ഇതിലിട്ട് കൊടുക്കുന്നത്. അപ്പോൾ കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യുക. അപ്പോഴേക്ക് ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചേമ്പ് നല്ല ഇതായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുന്നത്. എന്നാലും തുറന്നു വെച്ചിട്ടാണെങ്കിലും എന്തോ ഒരു വെള്ളപ്പറ്റുണ്ട് കേട്ടോ. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, ഞാൻ ചിലപ്പോൾ വെള്ളത്തിൽ കഴുകിയോണ്ടായിരിക്കാം ഒരു വെള്ളപ്പറ്റുണ്ടെങ്കിൽ ചോപ്പറിൽ ചെറുതായി ചോപ്പ് ചെയ്തുകൊണ്ടാന്ന് അറിയില്ല. എന്നാലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഒരു കാര്യം പറയാം, ചേമ്പിന് ഇച്ചിരി ഉപ്പ് കൂടിപ്പോയി കേട്ടോ. ഞാനതാ പറഞ്ഞ ഉപ്പ് നല്ല ടാസ്ക് ഉണ്ട്, ഉപ്പ് കൂടിപ്പോയിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ ഇതിലേക്ക് നല്ലോണം തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചേമ്പായിട്ട് കുറച്ച് നല്ലോണം തന്നെ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, എന്നാലും ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നല്ലോണം തേങ്ങ ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ഞാനില്ലേ ക്രഷ് ചെയ്തിട്ട് കൊടുക്കുക, അതായത് ചതച്ചിട്ട് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. വെളുത്തുള്ളി ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് വെളുത്തുള്ളി ഇതിലേക്ക് ചതച്ചിട്ട് കൊടുക്കാം. അപ്പം വെളുത്തുള്ളി ഞാൻ ചതച്ചിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറി അപ്പം തിളക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കടുകും അതുപോലെ തന്നെ തേങ്ങയും വറുത്തിടുന്നുണ്ട് കേട്ടോ, കാരണം ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് വറുത്തിടുന്നത്. അപ്പം അങ്ങനെ ഇതെല്ലാം ആയി. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇതിൽ വെളുത്തുള്ളി ഇടുന്ന, അങ്ങനെ വെളുത്തുള്ളി 2 എണ്ണം ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. വലിയ അരിയിട്ടൊന്നും ഇട്ടിട്ട് 2 എണ്ണം ഇട്ടിട്ടുള്ളൂ. അങ്ങനെ ഇനിയിപ്പോൾ കറിയിൽ ഞാൻ പറഞ്ഞില്ലേ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ കേട്ടോ. ചെറിയ കുഞ്ഞു ഊണാണ്, നമുക്ക് തട്ടിക്കുട്ടി ഒരു ദിവസത്തെ ഊണേറി റെഡിയാക്കാന്നുള്ളൊരു ഇതാട്ടോ ഇത്. ഈ 2 കറി മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് കഴിക്കാനായാലും ഇന്ന്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ വീഡിയോ അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.